എല്ലാവർക്കും നമസ്കാരം. IT ക്വിസ് ഇൻഫർമേഷൻ ടെക്നോളജി ക്വിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് IT ലോകവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള IT ക്വിസിന്റെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇന്ന് എത്തിക്കാൻ പോകുന്നത്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട 1-2 വീഡിയോകൾ കൂടി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കൂടി നിങ്ങൾ ഇതിന്റെ ഭാഗമായി കാണുക. ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് അതിന്റെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളും പ്രധാനപ്പെട്ട കുറെ ചോദ്യങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾ ചോദ്യങ്ങൾ ലഭിക്കുമ്പോൾ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കാനും ശ്രദ്ധിക്കുക. നേരെ IT ക്വിസിന്റെ വീഡിയോയിലേക്ക്. ആദ്യം നമ്മൾ കണ്ടിട്ടുണ്ട് USB. നമ്മളെ കയ്യിലൊക്കെ ഉണ്ടായിരിക്കും USB അല്ലേ? Type-C അല്ലെങ്കിൽ സാധാ, ജനറൽ, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? ഭാഷയിൽ നമ്മൾ പറയാറുണ്ട്. എന്താണ് USB-യുടെ പൂർണ്ണ രൂപം? ഉത്തരം യൂണിവേഴ്സൽ സീരിയൽ ബസ്. യൂണിവേഴ്സൽ സീരിയൽ ബസ്. ദെൻ ISP-യുടെ പൂർണ്ണ രൂപം എന്ത്? ISP എന്നല്ലെങ്കിൽ നിങ്ങൾ വേറൊരു രീതിയിലായിരിക്കും കേട്ടിട്ടുണ്ടാവുക. പൂർണ്ണരൂപം ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഇന്റർനെറ്റ് നൽകുന്ന ഒരു പ്രൊവൈഡർ. ഓക്കെ, യെസ്. ദെൻ ആദ്യത്തെ മൊബൈൽ സർവകലാശാല ഏത് രാജ്യത്ത് നിലവിൽ വന്നു? ആദ്യത്തെ മൊബൈൽ സർവകലാശാല ഏത് രാജ്യത്താണ് നിലവിൽ വന്നത്? ഉത്തരം ജപ്പാൻ. ദെൻ ഗൂഗിൾ, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ. ഗൂഗിളിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗൂഗിളിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം അമേരിക്കയിലെ മൗണ്ട് വ്യൂ നഗരം. ഓക്കെ, അമേരിക്കയിലെ മൗണ്ട് വ്യൂ നഗരം. ദെൻ ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ ആരാണ്? ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ നമുക്ക് അറിയുന്ന പേര് തന്നെയാണ് മാർക്ക് സുക്കർബർഗ് അല്ലെ? നമ്മൾ സുക്കർ അണ്ണൻ എന്നൊക്കെ പൊതുവെ വിളിക്കാറുണ്ട്. ദെൻ മൗസ് കണ്ടുപിടിച്ചത് ആര്? മൗസ് കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ഡഗ്ലസ് ഇംഗൽബർട്ട്. ഡഗ്ലസ് ഇംഗൽബർട്ട്. ദെൻ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ നോക്കുമ്പോൾ അല്ലെ, നമ്മളൊരു ഹോം പേജിൽ ഒരു ചിത്രം കാണാറുണ്ട്. പല രീതിയിലുള്ള ചിത്രം. ആ ഒരു ദിവസത്തെ പ്രത്യേകത അനുസരിച്ച് ചില ആളുകളെ പറ്റിയിട്ട് ആദരവ് നൽകുമ്പോൾ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിശദീകരണങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് അത്തരത്തില് ആ ഹോം പേജില് ഒരു ചിത്രം നമുക്ക് കാണിച്ചിരുന്നത് അല്ലെ? അതിന്റെ പേര് എന്താണ്? ഉത്തരം ഡൂഡിൽ. ഗൂഗിൾ ഡൂഡിൽ എന്നാണ് നമ്മൾ പറയാ. ചിത്രത്തിന്റെ പേര് ഡൂഡിൽ എന്നാണ്. ദെൻ കീബോർഡിൽ ചെറിയ ഹമ്പുകളുള്ള കീകൾ ഏതെല്ലാം? കീബോർഡിൽ ചെറിയ ഹമ്പുകളുള്ള കീകൾ ഏതെല്ലാം? നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഡിയുടെയും ജിയുടെയും ഇടയിലുള്ള F ആൻഡ് Hന്റെയും Kയുടെയും ഇടയിലുള്ള J. F ആൻഡ് J ആണ് ചെറിയ ഹമ്പുകളുള്ള കീകൾ. ദെൻ അടുത്ത ചോദ്യം, വിദ്യാർത്ഥികളുടെ മുഴുവൻ വിവരങ്ങളും ഓൺലൈൻ ആക്കുന്ന കേരള സർക്കാർ പദ്ധതി എന്താണ്? സ്കൂളുകളൊക്കെ ഉപയോഗിക്കുന്നതാണ്. വിദ്യാർത്ഥികളുടെ മുഴുവൻ വിവരങ്ങളും, എല്ലാ വിവരങ്ങളും നമ്മൾ അതിൽ നോക്കിയിട്ടാണ് അല്ലെങ്കിൽ അതിലേക്കാണ് ആക്കുന്നത്. ഉത്തരം സമ്പൂർണ്ണ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സമ്പൂർണ്ണ. അപ്പോ സമ്പൂർണ്ണ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ മുഴുവൻ വിവരങ്ങളും ഓൺലൈൻ ആക്കുന്ന സർക്കാർ പദ്ധതിയാണ്, കേരള സർക്കാർ പദ്ധതിയാണ്. അടുത്തത്, കമ്പ്യൂട്ടറിന് മുന്നിൽ സദാസമയവും ചിലവഴിക്കുന്നവരെ വിളിക്കുന്ന പേരെന്ത്? കമ്പ്യൂട്ടറിന് മുന്നിൽ സദാസമയം ചിലവഴിക്കുന്നവരെ വിളിക്കുന്ന പേരെന്ത്? ഉത്തരം മൗസ് പൊട്ടറ്റോ. ഉത്തരം മൗസ് പൊട്ടറ്റോ. ദെൻ ഹാക്കർ എന്ന കമ്പ്യൂട്ടർ പദത്തിന്റെ അർത്ഥം എന്ത്? നമ്മൾ കേട്ടിട്ടുണ്ട് ഹാക്ക് ചെയ്യുക, ഹാക്കർ ആണ്, ഹാക്ക് കാര്യങ്ങളൊക്കെ അല്ലെ? അപ്പൊ ഹാക്കർ എന്ന കമ്പ്യൂട്ടർ പദത്തിന്റെ അർത്ഥമാണ് തുണ്ടം തുണ്ടമായി മുറിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് പഠിച്ചൊരു അല്ലെങ്കിൽ കേട്ട ഒരു വേർഡ് ആയിരിക്കും IMEI നമ്പർ അല്ലെ? IMEI. എന്താണ് IMEI? ഉത്തരം നിങ്ങൾക്ക് വീണ്ടും ഉപകാരപ്പെടുന്നതാണ്. ഇന്റർനാഷണൽ മൊബൈൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി. ഇന്റർനാഷണൽ മൊബൈൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി. ദെൻ അടുത്ത ചോദ്യം, കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നാണ്? ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്ന്. ഉത്തരം ഡിസംബർ 2.
ദെൻ ഒരു ബുക്കിന്റെ, ഒരു പുസ്തകത്തിന്റെ പേര് നൽകിയിട്ടുണ്ട്, വീവിംഗ് ദ വെബ്. നെയ്യ അല്ലെ, വെബ് നെയ്യ. ഈ പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം ടിം ബെർണേഴ്സ്-ലീ. ഓക്കെ, ഓർത്ത് വെക്കുക, ടിം ബെർണേഴ്സ്-ലീ. ദെൻ ഇന്റർനെറ്റിലൂടെ റിലീസ് ചെയ്ത ആദ്യ ഇന്ത്യൻ സിനിമ ഏതാണ്? ഇന്റർനെറ്റിലൂടെ റിലീസ് ചെയ്ത, ഇപ്പോൾ നമുക്കറിയാം ഏകദേശം ഒക്കെ OTT ആയിട്ടാണ് അല്ലേ നമ്മൾ റിലീസ് ചെയ്യുന്നത്. ഇന്റർനെറ്റിലൂടെ റിലീസ് ചെയ്ത ആദ്യ ഇന്ത്യൻ സിനിമയാണ് വിവാഹ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, PDF അല്ലെ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഡോക്യുമെന്റ് ഫയലാണ്. PDF-ന്റെ പൂർണ്ണ രൂപം എന്താണ്? ഉത്തരം പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റ് ഫോർമാറ്റ് ആണ് PDF. ദെൻ CD കണ്ടുപിടിച്ചത് ആരാണ്? CD നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. മുൻകാലത്തിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് CD-കളായിരുന്നു. ഇപ്പൊ നമ്മൾ അത് പെൻഡ്രൈവിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ മൊബൈൽ ഫോണിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. CD കണ്ടുപിടിച്ചത് ഉത്തരം ജെയിംസ് ടി റസൽ. ദെൻ ATM അല്ലെ, ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ. ATM-ന്റെ ഉപജ്ഞാതാവ് ആരാണ്? ATM-ന്റെ ഉപജ്ഞാതാവ് ഉത്തരം ജോൺ ഷെഫേർഡ് ബാരൺ. ദെൻ മുള കൊണ്ട് മൗസും കീബോർഡും നിർമ്മിച്ച കമ്പനി ഏത്? മുള കൊണ്ട് മൗസും കീബോർഡും നിർമ്മിച്ച കമ്പനിയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ASUS അല്ലെ. ലാപ്ടോപ്പ്, ഫോണ്, അത്തരത്തിൽ കുറെ അധികം കാര്യങ്ങൾ ASUS എന്ന കമ്പനി നിർമ്മിക്കുന്നുണ്ട്. ദെൻ കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളുടെയും ചരിത്രം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഓൺലൈനിൽ ലഭ്യമാക്കുന്ന സംവിധാനം എന്ത്? ഏത് സംവിധാനത്തിലൂടെയാണ് കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളുടെയും ചരിത്രം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്നത്? ഉത്തരം സ്കൂൾ വിക്കി. സ്കൂൾ വിക്കിയുടെ അഡ്രസ് ഇതാണ്, www.schoolwiki.in. ദെൻ ഡോക്കോമോ അല്ലെ, ഏത് ഭാഷയിലെ പദമാണ്? അതിന്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം ഡോക്കോമോ സിമ്മൊക്കെ ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ അത് ശുഷ്കിച്ച് അല്ലെ എന്തായിട്ടുണ്ട്, ആ കുറച്ച് സിമ്മുകൾ മാത്രമായി മാറിയിട്ടുണ്ട് അല്ലെ. ഡോക്കോമോ ഏത് ഭാഷയിലെ പദമാണ്? എന്താണ് അതിന്റെ അർത്ഥം? ഉത്തരം ജാപ്പാനീസ് ഭാഷ. അതിന്റെ അർത്ഥം എല്ലായിടത്തും എന്നാണ്. അതിന്റെ അർത്ഥം എല്ലായിടത്തും എന്നതാണ്. യൂട്യൂബ് പ്രവർത്തന സജ്ജമായ വർഷം ഏത്? നമ്മളിപ്പോ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് അല്ലെ. വീഡിയോ സെർച്ചിങ് പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. യൂട്യൂബ് പ്രവർത്തനം ആരംഭിച്ചത് അല്ലെങ്കിൽ പ്രവർത്തന സജ്ജമായത് 2005-ലാണ്. ദെൻ രാജ്യത്തെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത താലൂക്ക് ഓഫീസ് ഏത്? രാജ്യത്തെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത താലൂക്ക് ഓഫീസാണ് ഒറ്റപ്പാലം. ദെൻ സൈബർ ഗ്രാമീൺ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? സൈബർ ഗ്രാമീൺ പദ്ധതി, ഗ്രാമത്തിലേക്ക് അല്ലെ, സൈബർ ഗ്രാമീൺ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. നമുക്കറിയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ അല്ലെ, നമ്മൾ ലാപ്ടോപ്പിലൊക്കെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ, നമ്മളെ PC-യിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? വിൻഡോസ്, ഉബണ്ടു അല്ലെ, ലിനക്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണത്? ഇത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അങ്ങനെ മൊബൈൽ ഉപഭോക്താക്കൾക്കായി ഗൂഗിൾ വികസിപ്പിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ആൻഡ്രോയിഡ്. ഓക്കെ, നിങ്ങൾ iOS കേട്ടിട്ടുണ്ടാവും. മൊബൈൽ ഉപഭോക്താക്കൾക്കായി ഗൂഗിൾ വികസിപ്പിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, OS ആണ് ആൻഡ്രോയിഡ്. ഇതൊക്കെ കുറേയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങൾ തന്നെയാണ്, കുറേയൊക്കെ അറിയാത്തതുമുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായും നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്കും കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.